കൂവപ്പടി സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ ഒരാഴ്ച നീളുന്ന വായനാ വാരാഘോഷം തുടങ്ങി. MG യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗവും കില ഫാക്കൽറ്റിയുമായ ഡോക്ടർ സുബിൻ PS പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വായനാ ദിനം അടിസ്ഥാനമാക്കി കുട്ടികൾ രചിച്ച നൂറുകണക്കിന് പോസ്റ്ററുകളുടെ പ്രദർശനം വേറിട്ട കാഴ്ചയായി. അറിവിന്റെ മഹത്വവും വായനയുടെ പ്രാധാന്യവും വിളിച്ചോതി കൂവപ്പടി സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ ഒരാഴ്ച നീളുന്ന വായനാ വാരാഘോഷത്തിന് തുടക്കമായി. MG യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗവും കില ഫാക്കൽറ്റിയുമായ ഡോക്ടർ സുബിൻ PS ലിറ്റററി ഫിയസ്റ്റ എ ഡേ ഫോർ റീഡിംഗ് എന്ന് പേരിട്ട പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സർഗോത്സവത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ വലിയ സന്തോഷമെന്ന് അദ്ദേഹം പറഞ്ഞു. ജൂൺ 19 ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും അക്ഷരസ്നേഹിയും അക്ഷരശില്പിയും അധ്യാപകനുമായിരുന്ന ശ്രീ PN പണിക്കരുടെ ചരമദിനം ഇന്ന് രാജ്യത്ത് വായനാ ദിനമായി ആചരിച്ചു വരികയാണ്. ഈ വായനാ ദിനത്തിൻ്റെ ഭാഗമായി കൂവപ്പടി സെന്റ് ആൻസ് സ്കൂളിലെ ലിറ്റററി ഫിയസ്റ്റ എന്ന സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വായനാ വാരാചരണത്തോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന കുട്ടികളുടെ സാഹിത്യപരമായും സർഗാത്മകവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി സെന്റ് ആൻസ് സ്കൂൾ വളരെ മാതൃകാപരമായാണ് വായനാ ദിനം ആചരിച്ചു വരുന്നത്. ഈ വായനാ ദിനത്തിൽ കുട്ടികളുടെ മികവാർന്ന രചനകളെയും അവരുടെ സൃഷ്ടികളെയും അവതരിപ്പിക്കുന്നു. ഈ വായനാ ദിനത്തിൽ ലിറ്റററി ഫിയസ്റ്റ എന്ന പരിപാടി സംഘടിപ്പിച്ച സെന്റ് ആൻസ് സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഗ്രേസി പോൾ വായനാ ദിന സന്ദേശം പകർന്നു. സിന്ധു ആമുഖ പ്രഭാഷണം നടത്തി. മാനേജർ സിസ്റ്റർ മരിയ ജോൺ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഫിൽസി സെബാസ്റ്റ്യൻ, PTWA പ്രസിഡന്റ് ബേബി, സ്റ്റാഫ് സെക്രട്ടറി GB, സൈറ മനീഷ്, ജീവകാരുണ്യ പ്രവർത്തകൻ കബീർ റഹ്മാൻ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ സുബിൻ PS മാനേജർ മെമന്റോ സമർപ്പിച്ചു. PTA പ്രസിഡന്റ് ബേബി അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് ആദരിച്ചു. വായനാ ദിന പ്രതിജ്ഞ ചൊല്ലൽ, കവിതാ ആലാപനങ്ങൾ, പുസ്തക വായന, സ്റ്റോറി ടെല്ലിംഗ്, വിവിധ കലാപ്രകടനങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. By Paulo Coelho and tells the story about a young shepherd named Santiago. He dreams of finding a hidden treasure and sets out on a journey to achieve it. On the way, he learns many valuable lessons about courage, perseverance, and following one's dream. 1450-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് വായന വാരാഘോഷം പ്രമാണിച്ച് ഒരുക്കിയിട്ടുള്ളതെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ഗ്രേസി പോൾ മീഡിയ സിറ്റി iNewsനോട് പറഞ്ഞു. Today is an important day for all of us as we celebrate National Reading Day on June 19. And today we have arranged various programs in our institution. And Dr. Subin PS is invited as a chief guest to inspire the students and to motivate them to highlight the importance of reading. And our students have prepared many charts based on the reading day, highlighting the importance of the day. And this 1 week we have organized various programs for our students like a skit, quiz based on the current affairs, story reading competition, make a story based on the clues, poem writing, summary writing. All this program will give more importance for the students to know what is the importance of reading. So as we know, reading is very, very important for the life of a student. So the students are very happy to have this 1 week program to know more about reading. വായനാ ദിനം അടിസ്ഥാനമാക്കി കുട്ടികൾ രചിച്ച നൂറുകണക്കിന് പോസ്റ്ററുകളുടെ പ്രദർശനം വേറിട്ട കാഴ്ചയായി. വരും ദിനങ്ങളിൽ കഥ, കവിത, ലേഖനം തുടങ്ങിയവയുടെ രചനാ മത്സരങ്ങൾ ഉണ്ടാകും. സ്കിറ്റ്, ക്വിസ് മത്സരം, കഥാവായനാ മത്സരം എന്നിങ്ങനെ വിവിധ പ്രോഗ്രാമുകളാണ് വായന വാരാഘോഷത്തിന്റെ ഭാഗമായി കൂവപ്പടി സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ നടക്കുക. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.